ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു പരാതി പറയാൻ വേണ്ടി ഒരു വ്യക്തി വരികയാണ്. ഭാര്യയുടെ പ്രശ്നം പറയാനാണ് വരുന്നത്. വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ ഭയങ്കര ഒച്ചപ്പാട്. ആരുടെ വീട്ടിൽ? ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ. ഭാര്യയാണ് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും പറയുന്നില്ല. അപ്പൊ ഇയാൾ വന്നതെന്തിനാ? ഭാര്യ ഒച്ചപ്പാടുണ്ടാക്കുന്നത് പറയാനാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ അതിനേക്കാൾ വലിയ ബഹളം. അപ്പൊ മൂപ്പരെന്ത് ചെയ്ത് പതുക്കെ റിവേഴ്സ് ഗിയർ ഇട്ട് തിരിച്ചു പോവാൻ. അപ്പൊ വീടിന്റെ മുറ്റത്തൊരു കാൽപെരുമാറ്റം കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒന്നുമില്ല, എന്താടാ ഇവിടെ? ഇല്ല, ഒന്നുമില്ല, ഇവിടെ ഉള്ള അത്ര പ്രശ്നമൊന്നും നമ്മുടെ വീട്ടിലില്ല, അത് പറയാൻ വേണ്ടി വന്നതാണ്. ശരിയെന്നാ, അസ്സലാമു അലൈക്കും. ഇവിടെ ഉള്ള അത്ര പ്രശ്നമൊന്നും നമ്മുടെ വീട്ടിലില്ല എന്ന് പറഞ്ഞപ്പോഴേ ഉമർ റളിയല്ലാഹു അൻഹു ഊറി ചിരിച്ചു എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തെ പതുക്കെ തോളത്ത് കൈയിട്ട് മാറ്റി നിർത്താൻ. എന്നിട്ട് ഭാര്യ കേൾക്കാതെ കാതിൽ മൊഴിഞ്ഞു കൊടുത്തു അത്രേ. നിന്റെ ഭാര്യയല്ലേ നിന്റെ വസ്ത്രം അലക്കുന്നത്? അതെ. നിന്റെ മക്കളുടെ? അതെ. ഭക്ഷണം പാചകം ചെയ്തു അവള് തന്നെയാണ്. കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ അവര് തന്നെയല്ലേ? അതെ. നീ ചെലവിന് കൊടുക്കുന്നു, അങ്ങനെ എന്റെ കാര്യം? അതെ. എങ്കിൽ അല്പസ്വല്പമൊക്കെ അവർ വെച്ചിട്ടോട്ടെ, അതിന് നമ്മളൊന്നും പ്രതികരിക്കണ്ട. കിസറിയുടെയും കൈസറിന്റെയും കോട്ടകൊത്തകങ്ങളെ കിടുകിടാവിറപ്പിച്ച സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വർത്തമാനമാണ് സഹോദരങ്ങളെ. ചീത്ത വിളിക്കൊന്നുമല്ല ഭാര്യ, ചെറിയ ശബ്ദം സ്വാഭാവികമാണ്, ചിലപ്പോൾ അങ്ങനെ ഉയരാം. അലക്കുന്ന സമയത്ത് തുണി അലക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നുണ്ടല്ലേ, നമ്മളാന്ന് സങ്കല്പിച്ച് തുണി അടിക്കുകയാണ് സംഭവം. അതൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അപ്പം മറിച്ചിടുന്ന സമയത്ത് നിങ്ങളാന്ന് കരുതി രണ്ടു വട്ടം ഒന്നും കൂടി മറിച്ചിട്ടേക്കും ചൂടുകല്ലിലോട്ട്. അല്ലാ, എന്നിട്ട് ഇങ്ങനെ പിറുപിറുക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ നമ്മളെ കൊണ്ട് എന്താ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കാൻ ചെന്നാൽ ആകെ പ്രശ്നമായിരിക്കും. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? സംയമനം പാലിക്കുക. എല്ലാം കയറി പിടിക്കാൻ നിൽക്കണ്ട. അവർക്കുണ്ടല്ലോ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഭവിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുമാറാവട്ടെ. ചെറിയ പിണക്കങ്ങൾ എവിടെയുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇണക്കമാക്കാൻ ശ്രമിക്കുന്നതിലാണ് ഖൈറ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് പിണക്കങ്ങൾ, എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഒരാളുടെയും ജീവിതം പിണക്കമില്ലാതെ പോകലില്ല. ചെറിയ പിണക്കങ്ങളും ചെറിയ ചെറിയ അസ്വാസരങ്ങളും എല്ലാ കുടുംബങ്ങളിലും ഉണ്ട്. മനസ്സിലാക്കി, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആരുടെയും ജീവിതം സമ്പൂർണ്ണമല്ല. ആരുടെയും ജീവിതം വളരെ വലുതായി സന്തോഷമായി പോകുന്നില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അത് ഊതി വീർപ്പിച്ച് പർവ്വതീകരിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോഴേ നാട്ടുകാരെ മുഴുവൻ അറിയിക്കുന്നു. എന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടോയെന്ന് അറിയാൻ ഇന്നത്തെ തലമുറയിൽ ആദ്യം നോക്കേണ്ടത് എവിടെയാ നോക്കേണ്ടത്? മുഖത്തല്ല, അവരുടെ സ്റ്റാറ്റസ് നോക്കിയാൽ മതി. അപ്പൊ അതിനനുസരിച്ചുള്ള ഡയലോഗ് എഴുതിയിട്ട് സ്റ്റാറ്റസ് ഉണ്ടാവും. ഇപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ പരിപാടി. അങ്ങനെയാണ്. പിണങ്ങി നിൽക്കുന്നുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കമാണെന്ന് അറിയാൻ വേണ്ടി അവളുടെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ അപ്പൊ അറിയാം. ഇല്ലെങ്കിൽ അവന്റെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ, കൂടുതലും പെണ്ണുങ്ങളാണ് ആ വിഷയത്തിൽ മുമ്പന്തിയിൽ. എല്ലാ കാര്യങ്ങളും അപ്ഡേഷൻ കൊടുക്കാൻ, എല്ലാ കാര്യങ്ങളും സ്റ്റാറ്റസ് മുഖേന നാട്ടുകാരെ അടിക്കും. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും സ്റ്റാറ്റസ് പുതുക്കിക്കൊണ്ടേ ഇരിക്കുന്നവരുണ്ട്. ഇപ്പോഴും ഇടുന്നവരുണ്ടാവും. ഹൈവാൻ പ്രസംഗം നിർത്തുന്നില്ല, എന്നിട്ട് വേണം നിന്നെ ഒന്ന് കാണാൻ, എന്ന് കഴിഞ്ഞിട്ട് എന്നിട്ട് ചാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇടുന്നവരും ഉണ്ടാവും. അതാണ് അവസ്ഥ. കാണുന്നതൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്ന ഒരു യുഗത്തിലേക്ക് നമ്മുടെ തലമുറ മാറി. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഞാൻ തിരിച്ചു വരുന്നു വീണ്ടും. ബഹുമാനപ്പെട്ടതാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്ത് ഓതി കൊടുക്കുകയാണ്. സൂറത്തുൽ മാഇദയിലെ 1-ാമത്തെ ആയത്ത്. ഫജ്തനിബൂ, പിശാചിന്റെ ദുർവൃത്തിയിൽ പെട്ടതാണ്, അതുകൊണ്ട് ഒഴിവാക്കണേ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനത് കാരണമായി തീരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ദുനിയാവിലും വിജയിക്കും, ആഖിറത്തിലും വിജയിക്കും. ശാസ്ത്രം തന്നെ പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് വിജയമുണ്ടാകും, ഉറപ്പാ. ഇത് ഒഴിവാക്കിയ സിഗരറ്റ് വാങ്ങാൻ പോകുമ്പോ സിസൽവെട്ട് വാങ്ങുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, ഇതാ കവറിന്റെ മുകളിൽ തന്നെ ഒരു ത്രോട്ട് ക്യാൻസർ വന്നവന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ക്യാൻസർ വന്നിട്ട് നശിച്ച ഒരുത്തവന്റെ ചിത്രം തന്നെ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ആരോഗ്യത്തിന് ഹാനികരം, ശരീരത്തിന് കേടാണ്. ആണോ? എന്നാ ഒരു 10 കൂടി എടുത്ത് കേട്ട. ആരോഗ്യത്തിന് ഹാനികരം. ഇതാണ് കൗമ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇത് കണ്ടിട്ടും ഈ സാധനം വെച്ച് വലിക്കാൻ, ഇത് വലിച്ചു വിടുന്നതിനേക്കാൾ പ്രശ്നമാണ് ആർക്ക്? ഇതിന്റെ പുക ശ്വസിക്കുന്നവർക്ക്. ഭാര്യയുണ്ട് ശ്വസിക്കുന്നത്, മക്കളുണ്ട്
ആലോചിച്ച് നോക്ക് നിങ്ങൾ, എന്താണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ? ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല. പലരും ഈ വിഷയത്തിൽ അശ്രദ്ധരാണ്. തന്റെ മക്കളും പേരക്കിടാങ്ങളും ഒക്കെ തൊട്ടപ്പുറത്ത് കിടന്നുറങ്ങാൻ. നമ്മൾ ഇതിങ്ങനെ വലിച്ച് പുക വലിച്ച് ഇങ്ങനെ വിടുകയാണ്. നഊദു ബില്ലാഹ്. എവിടേക്കാണ് നമ്മൾ എത്തുന്നത്? പിശാച് മൂത്രമൊഴിച്ചതാകുന്ന സ്ഥലത്ത്, പടച്ചറപ്പിനെ പേടിച്ച് മൂത്രമൊഴിച്ച സ്ഥലത്താണ്, അവിടെ നിന്നാണ് ആദ്യമായി പുകയില ഉൽപ്പന്നം കിളിർത്തത് എന്ന് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പണ്ഡിതന്മാരെ ഉദ്ധരിച്ച് മവാഹിബുൽ ജലിയയിൽ രേഖപ്പെടുത്തിയതായി കാണാം. ആദ്യമായി ഇത് കിളിർത്തത് എവിടെയാണ്? പിശാച് മൂത്രമൊഴിച്ച സ്ഥലത്ത്. അത് ചുരുട്ടി ബീഡിയാക്കിയിട്ട് ഇങ്ങനെ അത് ചേട്ട് തലയ്ക്ക് പിടിച്ചില്ലെന്നാ പറയുന്നത്. ഒരു പഫും കൂടി ഇങ്ങ് എടുക്കട്ടെ. ചിലരൊക്കെ ഷെയർ ചെയ്ത് വലിക്കാൻ അങ്ങനത്തെ കോമുണ്ട്. കൂട്ടുകാരനെ ഇത് സാധനം വാങ്ങിച്ചിട്ട് ഓൾറെഡി അത് നശിച്ചിരിക്കാൻ, എന്നാലും കുഴപ്പമില്ല, ചുണ്ടയിലോട്ട് അടുപ്പിക്കാൻ. അവൻ കുടിച്ച പകുതി ചായ ബാക്കി കുടിക്കത്തില്ല. എനിക്ക് വേണ്ടെന്ന് പറയും. സിഗരറ്റ് ബാക്കിയുണ്ടെങ്കിൽ, കള്ളിൽ ബാക്കിയുണ്ടെങ്കിൽ ഒരു സിപ്പ് എടുക്കട്ടെ, നോക്കട്ടെ. എന്നിട്ട് ഈ സാധനം വലിച്ചു കയറ്റുകയാണ്. എന്നിട്ട് അവൻ പറയാണ് തലയ്ക്ക് പിടിച്ചില്ല എന്ന്. തലയ്ക്ക് പിടിച്ചില്ല എന്ന് എന്താ പറയുന്നത്? പിശാചിന്റെ മൂത്രം തലയിൽ കയറിയില്ല എന്നാണ് പറഞ്ഞതിന്റെ വൽഹാസിൽ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കാരണം ഇത് ആദ്യം എവിടുന്നാ കിളുത്തത്? ഇതിന്റെ പുകയില പിശാച് മൂത്രമൊഴിച്ച സ്ഥലത്താണ്. അയിമത്തുകൾ രേഖപ്പെടുത്താൻ ഈ സാധനം എടുത്തിട്ട് നമ്മൾ ചുണ്ടിൽ വെച്ച് വരിക്കുകയാണ്. നഊദു ബില്ലാഹ്. എത്ര തലമുറകളാണ് നശിക്കുന്നത്, എത്ര കുടുംബങ്ങളാണ് അതിലൂടെ പ്രയാസപ്പെടുന്നത്, എത്ര ഭാര്യമാരാണ് അതിലൂടെ മാനസികമായി വിഷമിക്കുന്നത്, കുടുംബബന്ധം തകർന്നു പോയത് എത്രത്തോളമുണ്ട്, എത്ര മക്കളാണ് അനാഥത്വം പേര് ജീവിക്കുന്നത്. വാപ്പ ഇത് അഡിക്റ്റായി അവസാനം ആത്മഹത്യ ചെയ്യാൻ. കരള് നശിച്ചുകൊണ്ടിരിക്കാൻ, നമ്മുടെ ശരീരം ഇഞ്ചിഞ്ചായി തകർന്നുകൊണ്ടിരിക്കാൻ, ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ തന്നെ ബലഹീനനാണ് നമ്മൾ. ഇതുകൂടി വരിച്ച് ശരീരത്തിന്റെ അവയവങ്ങൾ, ആന്തരിക അവയവങ്ങൾ മുഴുവനും ഇഞ്ചിഞ്ചായി തകർക്കാൻ ഈ ലഹരിയിലൂടെ എന്തൊക്കെ പേരിലാണ് ലഹരി വന്നിട്ടുള്ളത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ കർണപുടം കൊണ്ട് കേട്ടുപോയി. ലയശ്രിബന്ന മിൻ ഉമ്മത്തി അൽ-ഖംറാ യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. എന്റെ സമൂഹം ലഹരി നുണയുന്നതാകുന്ന കാലഘട്ടം കടന്നു വരും സാബ. അന്ന് വ്യത്യസ്തമാകുന്ന പേരുകളായിരിക്കും അതിനവർ വിളിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. മദ്യമെന്ന പേരല്ല, അത്തരത്തിലുള്ള പേരല്ല, കള്ള് ഷാപ്പ് എന്ന പേരല്ല. ഓരോ മദ്യത്തിനും പ്രത്യേകമാകുന്ന ബ്രാൻഡുകൾ തിരിച്ചുകൊണ്ട് വ്യത്യസ്തമാകുന്ന പേരുകൾ അതിനെ കൊണ്ടുവരുന്ന കാലഘട്ടം വരുമേ എന്ന് 1400 വർഷം മുമ്പ് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ അന്ന് പറഞ്ഞത് ഈ സമൂഹം ഇന്ന് നേർക്ക് നേരെ കാണുകയല്ലേ. ആദരവായ പ്രവാചകർ പറഞ്ഞത് എത്ര ശരിയാണ്, ശരിയാണ്. ഏതെല്ലാം ബ്രാൻഡുകളിലാണ്, ഏതെല്ലാം വസ്തുക്കളിലാണ് വിറ്റഴിക്കപ്പെടുന്നത്. പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹുവും റസൂലും പറഞ്ഞത് ഖംറ് എന്ന പദമാണ്. ഖംറ് എന്ന അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സാധനം ഓരോ സിപ്പ് വെച്ച് അടിച്ചുകൊണ്ടിരിക്കുക അല്ല. മുന്തിരിച്ചാറ് സാധാ വിത്തൗട്ട് ആൽക്കഹോളാണ്, നല്ല സാധനമാണ്, അടിക്കുക. മുന്തിരിച്ചാറ് എന്നൊരർത്ഥം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഖംറ്. മറ്റൊരർത്ഥം ഖംറ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ മറക്കുന്ന വസ്തു. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കുക. കുറച്ചേ പറയുന്നതെങ്കിലും മർമ്മപ്രധാനമായ ചില വിഷയങ്ങളാണ് പറയുന്നത്, ശരിക്കും ശ്രദ്ധിക്കാൻ. ബുദ്ധിയെ മറക്കുന്ന വസ്തു. രണ്ടാമത്തെ അർത്ഥം എന്താ ബുദ്ധിയെ മറയ്ക്കുന്നത്? ബുദ്ധിയെ മറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാം പെട്ടു. കള്ള് മാത്രമല്ല, ലഹരിയുടെ എല്ലാ വകഭേദങ്ങളും പെട്ടു. ഇന്നിപ്പോ ബിരുദങ്ങളുടെ പേര് പോലെ MDMA എന്ന് വിളിക്കുന്നതാകുന്ന മാരകമാകുന്ന ലഹരിയുടെ ഉപയോഗം സമൂഹത്തിൽ അധികരിച്ചിരിക്കുകയാണ്. കേൾക്കുമ്പോൾ നമ്മളവർക്ക് MBBS പഠിക്കാൻ, മോൻ എന്തെടുക്കാണ് ഞാൻ MDMAക്ക് പഠിക്കുകയാണ്. MDMAക്ക് പഠിക്കുന്നു. സംഭവം ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കേൾക്കുമ്പോൾ അങ്ങനെയാണ്. LSDക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. LSD എന്നൊക്കെ പറഞ്ഞാൽ വീര്യം കൂടിയിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളാണ്. ഉമ്മായോടും വാപ്പായോടും ഒക്കെ മോനെ എവിടെ പോയിട്ട് വരുന്നത്? LSDക്ക് വരുന്നു. എൻ്റെ മോനെ LSDക്ക് പഠിക്കും ഉസ്താദേ, ഉപകാരക്കണം. ഇതാണ് അവസ്ഥ. ആളുകൾക്ക് ഇതെന്താ സംഭവം അറിയണ്ടേ? സംഭവം കഞ്ചാവ് പോലുള്ള ഐറ്റം ആണെന്ന് ഉമ്മാക്ക് മനസ്സിലായിട്ടില്ല, വാപ്പാക്ക് തിരിഞ്ഞിട്ടില്ല.
കുട്ടികൾ ഇപ്പം അതിന് വേറെ വേറെ പേരിടുകയാണ്. സ്പീഡ് എന്നൊക്കെ പേരിടുകയാണ്. അവർക്കിടയിലുള്ള ഷോർട്ട് ഫോമുകളായിട്ട് വിടുകയാണ്. സ്പീഡ് പറഞ്ഞാൽ വേഗം, നല്ല വേഗത്തിൽ ആളുകൾ നിൽക്കും, നല്ല പവറിൽ നിൽക്കും. 16 മണിക്കൂറുകളും അവനതിന് വീര്യമുണ്ടാകുമെന്നാണ്. നമ്മളൊരു ബഫ് വരിച്ചാൽ തന്നെ, ഒരു സിഗരറ്റിന്റെ ബഫ് എടുത്താൽ തന്നെ നമ്മുടെ രക്തത്തിൽ നിക്കോട്ടിന്റെ അംശം നിലകൊള്ളുക 18 മണിക്കൂർ എന്ന ശാസ്ത്രം പറയാ. ആലോചിച്ചു നോക്ക് നിങ്ങൾ. ഈ സാധനമൊക്കെ നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് പോയി നിസ്കരിക്കുന്നത്. അള്ളാഹു എങ്ങനെ കബൂലാക്കും? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മദ്യം നജസല്ലേ സഹോദരങ്ങളെ? ആ നജസ് കുടിച്ചിട്ട് നമ്മുടെ ബോധം തെളിഞ്ഞാലും ഇത് ശരീരത്തിൽ ഊട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പടച്ചറബ് സ്വീകാര്യ നൽകുക? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മദ്യം നജസാണ്. അത് ശരീരത്തിൽ പുരണ്ടാൽ, വസ്ത്രത്തിൽ പുരണ്ടാൽ, അതുമായി നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. മനസ്സിലാക്കിക്കോ നിങ്ങൾ. നജസാണ്. പലരും ഇത് കള്ളിഷാപ്പിൽ നിന്ന് സാധനം അടിച്ചിട്ട് നേരെ ഫ്രണ്ട് തറാവീഹ് അങ്ങനെ നിൽക്കുന്ന കൗമുണ്ട്. ഒരു മടിയില്ല. ജുമയ്ക്ക് പോലും സാധനം വെക്ക് തിരികെ ചുണ്ടിനടി വെച്ചിട്ട് വന്ന് നിൽക്കുകയാണ്. റാഹത്തായിട്ട് ജുമാ നിസ്കരിക്കാൻ വന്നിരിക്കുകയാണ്. ചെറുപ്പക്കാരുടെയൊക്കെ അവസ്ഥ എന്താണ്? നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മൾ അറിയണം, പഠിക്കണം. ഇതൊന്നും നമുക്കിടയിൽ ഇല്ല എന്ന് പറയുന്നവരെ ഉണ്ട്. ശരിക്കും നല്ലതുപോലെ കണ്ണു തുറക്കൻ. നിസ്സാരമല്ല. 2500 കോടി രൂപ വിപണന മൂല്യമുള്ളതാകുന്ന ലഹരിയുടെ വസ്തുവാണ് ഈ അടുത്ത് കൊച്ചിയിൽ പിടിക്കപ്പെട്ടത്. 2500 രൂപയല്ല, 2500 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിക്കപ്പെട്ടു. ഇതാർക്ക് വേണ്ടി? ഈ കേരളത്തിലെ കൊച്ചുമക്കൾ അതിനടിമപ്പെട്ടിരിക്കുകയാണ്. അറിയണം നമ്മുടെ പുതിയ തലമുറ. നമ്മുടെ തലമുറയെ ഉണർത്തേണ്ട സമയം അധികരിച്ചിരിക്കാൻ. വളരെ ശ്രദ്ധിക്കുന്നു, യുവാക്കളെ ശ്രദ്ധിക്കുന്നു. ഈ സദസ്സിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. ഉപ്പമാരും ഉമ്മമാരും നല്ലതുപോലെ ശ്രദ്ധിക്കും. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസമാണ്, 2-3 മാസങ്ങൾക്ക് മുമ്പാണ് ചാനൽ വന്ന് അഭിമുഖം നൽകിയത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വാപ്പ നൽകിയതാകുന്ന മൊബൈൽ ഫോണിലൂടെ കൂട്ടുകാരുമായിട്ട് ഇൻസ്റ്റഗ്രാം എന്ന ആപ്പിൽ പരിചയപ്പെട്ട് അവൻ നൽകി MDMA ഉപയോഗിക്കാൻ തുടങ്ങി. 12 വയസ്സുള്ള മുസ്ലിം യുവതി, സഹോദരി, പെൺകുട്ടി, ചെറിയ മകൾ 2 വർഷങ്ങൾക്കിപ്പുറം 9ാം ക്ലാസ്സിലേക്ക് എത്തി. 14 വയസ്സുള്ളപ്പോ അതേ ഇൻസ്റ്റഗ്രാം ആപ്പിലൂടെ ആയിരക്കണക്കിന് ഫ്രണ്ട്സുമായി ചാറ്റ് ചെയ്തിട്ട് ഈ ലഹരി ഉപയോഗമാകുന്ന MDMA കൂട്ടുകാർക്ക് കച്ചവടം ചെയ്യുന്നവളായി, അതിന്റെ കാരിയറായി ഞാൻ മാറിയെന്ന് പറഞ്ഞത് ആ പെണ്ണ് തന്നെ ചാനൽ വന്ന് പറയുകയാണ്. 14 വയസ്സേ ഉള്ളൂ, മുസ്ലിം പെൺകുട്ടി. നമുക്കിടയിൽ 14 വയസ്സുള്ള പെൺകുട്ടികളോട് ഉണ്ടാവുമല്ലോ, ചെറുപ്പക്കാരുണ്ടാവുമല്ലോ. നമുക്ക് അവരെ ചിന്തിക്കാൻ പോലും സാധിക്കുമോ? നമ്മൾ 25-30 ഒക്കെ ഏജ് ഉള്ളവരെ ഇങ്ങനെ കണക്കാക്കി വെക്കാണ്. ആ ഒരു പ്രായം എത്തുമ്പോഴാണ് പിഴയ്ക്കുക എന്ന് പറഞ്ഞ ഒന്നുമല്ല. ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾ പിഴച്ചു പോകുന്ന കാലഘട്ടം. ഇതൊന്നും ഒരു പ്രായപരിധിയില്ല. 7ാം ക്ലാസ്സിൽ എത്തുമ്പോൾ തന്നെ കൊടുത്ത മൊബൈലുകൾ ഇൻസ്റ്റഗ്രാം എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ തന്നെ ഫ്രണ്ട്സുകളെ വരുത്തി അവരുമായി കിട്ടിയ ആൺകുട്ടികളുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ മാരകമാകുന്ന MDMA എന്ന ലഹരി ഉപയോഗം അവൾ സ്വമേധയാ ആരുടെയും പ്രേരണയില്ലാതെ കൂട്ടുകാരെ കൊടുത്ത സാധനം രുചിക്കാൻ. 2 വർഷങ്ങൾക്കിപ്പുറം ആരാണിത്? മുസ്ലിം പെൺകുട്ടി. മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള വിഷയം ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും തെറ്റ് തന്നെയാണ്. പക്ഷെ നമ്മുടെ സമുദായം ശരിക്കും ഉണരും. നമ്മൾ എന്തിനാണ് ഇത്തരത്തിലുള്ള തെറ്റിലേക്ക് പോകുന്നത്? പരിശുദ്ധമായ ഖുർആനിലൂടെ പാടെ നിർമാർജനം ചെയ്യപ്പെട്ട ഒരു സമൂഹത്തെ പരിവർത്തനം ചെയ്യപ്പെട്ടതാകുന്ന ആയത്തുകൾ ഇന്നത്തെ തലമുറ നല്ലതുപോലെ അറിയണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മദ്യം നുകർന്നുകൊണ്ട് കള്ള് ഷാപ്പിലുള്ളതാകുന്ന ആളുകൾ നിലകൊള്ളുകയാ, ഞാൻ ആ സമൂഹത്തിന് കുന്തുസാഖിയൽ അവർക്ക് മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ട് കള്ള് ഷാപ്പിൽ നിലകൊള്ളുകയാണ്. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടം. അന്ന് കള്ള് എല്ലാവർക്കും അനുവദിക്കപ്പെട്ടിരുന്നു. നിരോധിക്കുന്ന ഘട്ടം വരെയാണ്. കള്ള് ഷാപ്പിൽ കള്ള് ഞാൻ ആളുകൾ കുഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോ ഒരു സഹാബി ഓടി വന്നിട്ട് പറഞ്ഞു, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിറങ്ങിയിട്ടുണ്ട്, സൂറത്തുൽ മാഇദ 90-91 വചനങ്ങൾ ആയത്തോതി കൊടുത്തു. കള്ള് നിരോധിച്ചുകൊണ്ടുള്ള ആയത്തിറങ്ങിയിട്ടുണ്ട്. ഏതാണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ.
അല്ലയോ സത്യവിശ്വാസികളെ, ഈ മദ്യവും ചൂതാട്ടവുമെല്ലാം പിശാചിന്റെ ദുർവൃത്തിയിൽപ്പെട്ടതാണ്, പിശാചിന്റെ വക്താക്കളുടെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ഫജ്തനിബൂ, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാകുന്ന പിശാചിന്റെ ദുർവൃത്തിയിൽ നിന്ന് നിങ്ങൾ പരിപൂർണമായി ഒഴിവാകണേ. ലഹരിയുടെ ഉപയോഗം നിങ്ങൾ ഇല്ലാതാക്കണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, എന്നാൽ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ വിജയിക്കുന്നതാണ്. ഈ വലിയതാകുന്ന പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്കുണ്ടായിത്തീരുന്ന ബുദ്ധിമുട്ടെന്നറിയുമോ? ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. പിശാചിന്റെ ദുർവൃത്തിയിലൂടെ പിശാച് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ലഹരി നുണയുന്നതാകുന്ന ചെറുപ്പക്കാരനിൽ, ലഹരി നുണയുന്നതാകുന്ന സഹോദരിമാരിൽ ഉണ്ടായിത്തീരുന്നതാകുന്ന രണ്ട് വകഭേദങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ കാലേ കൂട്ടി വ്യക്തമായി പറഞ്ഞു തരുകയാണ്. ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിയ ബൈനകുമുൽ അദാവ വൽ ബഗ്ളാ. നിങ്ങൾക്ക് പിശാച് ദുർവൃത്തിയിലൂടെ ചിന്താക്കി തീർക്കുന്നത്, ഈ മദ്യാസക്തിയിലൂടെ നിങ്ങൾ എത്തിച്ചേരുന്നത് എവിടെയെന്നറിയുമോ? നിങ്ങൾക്ക് കാണുന്നവരോടൊക്കെ ദേഷ്യമാണ്, എല്ലാവരോടും ക്രോധമാണ്. കാണുന്നതാകുന്ന ജനവിഭാഗങ്ങൾ മുഴുവനും നിങ്ങളുടെ ശത്രുക്കളാണ്. കാണുന്നവരൊക്കെ നിങ്ങളുടെ ശത്രുക്കളായിട്ട് നിങ്ങൾക്ക് തോന്നും. മദ്യം തലയ്ക്ക് പിടിച്ചാൽ, ലഹരി നിങ്ങൾക്ക് തലയ്ക്ക് പിടിച്ചാലെന്ന് പരിശുദ്ധ ഖുർആൻ. രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങളിൽ. ഒന്ന്, കാണുന്നവരോടൊക്കെ ശത്രുത. മറ്റൊന്ന്, ദേഷ്യം നിങ്ങളുടെ കൂടപ്പിറപ്പാവും. ഈ അടുത്തിടെ നടന്ന വലിയൊരു കൊലപാതകമായിരുന്നു. ഒരു ഡോക്ടർ, ലേഡി ഡോക്ടറെ ഹോസ്പിറ്റലിൽ ഒരു പ്രതി കുത്തിക്കൊലപ്പെടുത്തിയത്. ആ പ്രതി 41 വയസ്സുള്ളതാകുന്ന ഒരു ചെറുപ്പക്കാരൻ യുവാവ്. സഹോദരങ്ങളെ, UP സ്കൂളിലെ വെളിച്ചം പകരേണ്ട കുട്ടികൾക്ക് അധ്യാപനം നടത്തിക്കൊണ്ടിരുന്നതായ ഒരു അധ്യാപകനാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യ നുകർന്നു കൊടുക്കേണ്ട ഒരു വ്യക്തി. അദ്ദേഹമാണ് ലഹരി തെറ്റാണ് എന്നും മദ്യം ശരിയല്ല എന്നും ഒക്കെ അറിയാവുന്ന ഒരാള് മദ്യം കുടിച്ചു, അതിനടിമപ്പെട്ടു എന്ന് മാത്രമല്ല, കുടുംബത്തിൽ പ്രശ്നം, സമൂഹത്തിൽ വിഷയം. 41 വയസ്സുള്ള സഹോദരൻ അലമുറയിട്ടുകൊണ്ട് റോഡിലൂടെ ഓടുകയാണ്. എന്നെ കുത്താൻ വരുന്നേ, എന്നെ കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞ് ഒച്ചപ്പാടും ബഹളവും. പോലീസിന്റെ ഭാഷ അനുസരിച്ച് അവൻ തന്നെ പോലീസിനെ വിളിച്ചു പറഞ്ഞു. അവസാനം അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കാൻ ഈ പറയപ്പെട്ട ലേഡി ഡോക്ടർ അടക്കമുള്ളതാകുന്ന ഒരു വലിയ വ്യൂഹം നല്ല രീതിയിൽ ചികിത്സിച്ചു കൊണ്ടിരിക്കവേ, തന്റെ കാലിലുള്ള മുറിവ് തുന്നിച്ചേർത്തുകൊണ്ട് തയ്ച്ചുകൊണ്ടിരിക്കവേ, തന്റെ മുന്നിലുള്ളവരെ പെട്ടെന്നവനെ കണ്ടപ്പോൾ തോന്നിയത് ആരായിട്ടാണ്? ശത്രുക്കളായിട്ടാണ്. ഒന്നെ പറഞ്ഞതല്ലേ സഹോദരങ്ങൾ? ഇത് 1400 വർഷം മുമ്പ് ഖുർആൻ പറയാൻ. എന്ത് നോക്കൂ നിങ്ങൾ, ഖുർആൻ എത്ര കാലികമാണ്. ഇന്നും ക്ലബ് ഹൗസുകളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ രാത്രിയുടെ യാമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാൻ നിരീശ്വരവാദികൾ, യുക്തിവാദികൾ ഇരുന്നിട്ട് വിശുദ്ധ ഇസ്ലാമിനെതിരെ കൊഞ്ഞണം കുത്തുന്നതാകുന്ന സമൂഹം നല്ലതുപോലെ തിരിച്ചറിയണം. പരിശുദ്ധ ഇസ്ലാം കാലികമാണ്, എക്കാലഘട്ടത്തിലും. ഖുർആൻ പറയുന്നു, 2 കാര്യങ്ങൾ മദ്യാസക്തരായ ആളുകളിൽ ഉണ്ടാകും, ലഹരിക്കടിമപ്പെട്ടവരിൽ ഉണ്ടാകും. ഇത് നമ്മുടെ മക്കളിലും ഉണ്ട് എങ്കിൽ മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, നിങ്ങളോടുള്ള ശത്രുത. നിങ്ങളെ ശത്രുവായിട്ട് കാണുക. നമ്മുടെ മക്കൾ നമ്മളെ ശത്രുവായിട്ട് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, എന്തോ പ്രശ്നമുണ്ടവരിൽ. നമ്മുടെ മക്കൾ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നമ്മളോട് ദേഷ്യം. 5 മണിക്കൂർ അടച്ചിട്ട റൂമിലിരുന്നു കൊണ്ട് അശ്ലീലത കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾ, വാപ്പ വാങ്ങിച്ചു കൊടുത്ത ടാബും ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സിനിമയും അശ്ലീലതകളും കണ്ടുകൊണ്ട് നിറകണ്ണുകളോടെ നിലകൊള്ളുന്ന മകനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു നേരം ചെന്നുകൊണ്ട് ഉമ്മ ഡോറിൽ മുത്തിയാൽ ഉമ്മയോട് ക്രോധം, ദേഷ്യം. ഞാൻ ഇവിടെ വരുമല്ലോ, നിന്നെ വിളിക്കുന്നത് ഉണ്ടോ ഇല്ലയോ? നമ്മുടെ വീടുകളിലുണ്ടോ? ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം നമ്മൾ. കാരണം ഇന്നത്തെ തലമുറയിലെ മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. പല മക്കളും, ആൺമക്കളും പെൺമക്കളും ഒക്കെ ഇങ്ങനെ മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു. വാപ്പയും ഉമ്മയും ഒക്കെ പള്ളികൾ വന്ന് ഉസ്താദുമാരോട് ദുആ ചെയ്യിപ്പിക്കാണ്. എന്റെ മകൻ ഭയങ്കര ക്ഷീണാണ്, ഹോസ്റ്റലിലൊക്കെ പോയിട്ട് ഉസ്താദെ അവിടെ ഭക്ഷണമൊന്നും ഇല്ലെന്ന് തോന്നുന്നു, ഹോസ്റ്റലുകാരൊന്നും കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു, ഉസ്താദ് ദുആ ഇറക്കണം. അവരോട് പറഞ്ഞിട്ടുണ്ട് വല്ലാതെ മെലിഞ്ഞിരിക്കാൻ. ഹോസ്റ്റലിൽ കൂട്ടുകാരുമായിട്ട് ഒന്നിച്ചിരുന്നിട്ട് സാധനം അടിക്കുന്നുണ്ടെങ്കിൽ, കഞ്ചാവ് അടിക്കുന്നുണ്ടെങ്കിൽ എത്ര മന്ത്രി ചോദിയിട്ടും കാര്യമില്ല. മനസ്സിലായിക്കോ, കഞ്ചാവ് അടിക്കുന്നവൻ മെലിയും. അത് ഉമ്മമാര് മനസ്സിലാക്കി.
കഞ്ചാവടിക്കുന്ന സഹോദരനോ സഹോദരിയോ മക്കളോ നമുക്കുണ്ട് എങ്കിൽ തീർച്ചയായും അവർ ക്ഷീണിക്കും. ഇന്നത്തെ തലമുറയിലെ രക്ഷിതാക്കൾ നല്ലതുപോലെ അറിഞ്ഞു വെക്കിൻ. നമ്മുടെ മക്കളിൽ പലരും അത്തരത്തിലുള്ളതാകുന്ന അപജയങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് മക്കളോടൊപ്പം ചേർന്ന് നിൽക്കണം. മക്കളെ മാറ്റി നിർത്തല്ല വേണ്ടത്. ഞാൻ ഈ പറയുന്നത് മക്കളെ ഒറ്റപ്പെടുത്താനല്ല. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ മാർക്ക് കുറഞ്ഞു പോയതിനുള്ള മക്കളെ മാറ്റി നിർത്തി ക്രൂശിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാകും. ചെയ്യരുത്. ആത്മഹത്യ പ്രവണത കൂടുന്നത് അത്തരത്തിലുള്ളതാകുന്ന മക്കളിലാണ്. ലഹരിക്കടിമപ്പെടുന്നതാകുന്ന മക്കൾ അത്തരത്തിലുള്ള മാനസികമായ പിന്തുണ കുടുംബത്തിൽ നിന്ന് കിട്ടാതെ വരുമ്പോഴാണ്. അതുകൊണ്ട് ആ മക്കളെ ചേർത്ത് നിർത്താനാണ് ഞാൻ പറയുന്നത്. ആ മക്കളെ ചേർത്ത് നിർത്തണം. വല്ലാതെ അഡിക്ഷനായി പോയ മക്കളാണ് എങ്കിൽ റീഅഡിക്ഷൻ സെന്ററുകൾ എല്ലാ ജില്ലകളിലുമുണ്ട്. അവിടെ കൊണ്ടുപോയി മക്കളെ പ്രത്യേകം ചികിത്സിക്കണം. അവരെ നമ്മൾ ചേർത്ത് നിർത്തണം. നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة. തീർച്ചയായും മദ്യാസക്തരാകുന്ന ജനവിഭാഗം അറിയണേ, ചൂതാട്ടത്തിനടിമപ്പെടുന്നതാകുന്ന ജനങ്ങൾ അറിയണേ. നിങ്ങളെ ഈ ചൂതാട്ടവും ഈ മദ്യവും കൊണ്ടെത്തിക്കുന്നത് 2 കാര്യങ്ങളിലേക്കാണ്. ഒന്ന്, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ ജനങ്ങളോട് പകയാണ്, വിദ്വേഷമാണ്. സ്വന്തം ഭാര്യയോട് വരെ ദേഷ്യം വെച്ചുകൊണ്ട് പുലർത്തുന്ന ആളുകളില്ലേ? യഥാർത്ഥത്തിൽ അവർക്ക് സ്നേഹമുണ്ട്. മദ്യത്തിന്റെ കെട്ടടങ്ങി കഴിയുമ്പോൾ ചെയ്തു പോയതാകുന്ന അവിവേകം ഓർത്തുകൊണ്ട് പൊറുക്കലിനെ തേടുന്ന ആളുകളുണ്ട്. അപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്തു പോയതാണെന്ന് വിളിച്ചു പറയുന്നവരുണ്ട്, തൗബ ചെയ്യുന്നവരുണ്ട്. പക്ഷേ സമയം വൈകിപ്പോകിയിട്ടുണ്ട്. ചെറുപ്പക്കാരാ, മദ്യം നുകരുന്ന ഘട്ടത്തിൽ നീ നിന്റെ ഭാര്യയുടെ മുടുക്കുത്തിന് പിടിച്ച് ഭിത്തിയിലേക്ക് ആഞ്ഞിടിപ്പിച്ചവരല്ലേ? അവരുടെ നെറ്റിയിലൂടെ നിർഗളിക്കുന്ന ചോരയുടെ ചുടുനടങ്ങൾ കണ്ടുകൊണ്ട് തട്ടഹസിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിലകൊണ്ടവരല്ലേ? ചെറിയ മക്കൾ കടന്നു വന്നുകൊണ്ട് വാപ്പ ഉമ്മയൊന്നും ചെയ്യരുത് എന്ന് പറയുമ്പോ ആ ചെറിയ മക്കളുടെ ഇളങ്കാല് പിടിച്ചുകൊണ്ട് നിലത്തടിച്ചുകൊണ്ട് അവരെ കൊന്നുകളയാനും വേണ്ടി തുനിഞ്ഞവരല്ലേ? മദ്യാസക്തരാകുന്ന വിഭാഗം കാണിച്ചു കൂട്ടുന്ന എത്രയെത്ര തോന്നിവാസങ്ങളാണ്. തന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന ഡോക്ടറെ പോലും കൊന്നുകളയാൻ അവരുടെ നെഞ്ചിൽ കയറി നിന്നുകൊണ്ട് കത്തികൊണ്ട് നെഞ്ചിൽ മാരകമാകുന്ന മുറിവ് പറ്റിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ ഇന്നത്തെ തലമുറയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ 1400 വർഷം മുമ്പ് പരിശുദ്ധമായ ഖുർആൻ വ്യക്തമാക്കിയതാണ്. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവ. അല്ലയോ മുസ്ലിമേ, സോദരാ സോദരി, മദ്യാസക്തരാകുന്ന ജനവിഭാഗങ്ങളെ, നിങ്ങളിൽ പിശാച് അഡിക്ഷനാക്കുന്നത് നിങ്ങൾക്ക് ജനങ്ങളോടുള്ള ക്രോധമാണ്, ദേഷ്യമാണ്, എല്ലാവരോടും ശത്രുതാ മനോഭാവമാണ്. നിന്റെ കൺമുന്നിൽ കാണുന്നത് ഏറ്റവും അടുത്ത ഇഷ്ടപ്പെട്ടതാകുന്ന കുടുംബമാണെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന ആളുകളാണെങ്കിലും മദ്യത്തിനടിമപ്പെട്ടതാകുന്ന കാരണത്താൽ അവരോട് ദേഷ്യത്തോടുകൂടി നിങ്ങൾ വർത്തിക്കുമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല, ഖുർആൻ വീണ്ടും 3ാമതായി പറയുകയാണ്. നിങ്ങൾക്ക് ശത്രുത മാത്രമല്ല, നിങ്ങൾക്ക് ജനങ്ങളോട് ക്രോധം മാത്രമല്ല, മൂന്നാമതായി അല്ലാഹു പറയുകയാണ്, വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅനി സ്വലാഹ് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിന് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പരിശുദ്ധമായ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുലികൾ മുഴക്കപ്പെട്ടാൽ ആ ബാങ്കുവിളിക്ക് ഉത്തരം കൊടുക്കാൻ തയ്യാറാകാത്ത ജനവിഭാഗമായി മാറുമേ. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നതിനെ തൊട്ട് നിങ്ങളെ തടയുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിന്റെ മുന്നിൽ 5 വഖത്ത് നമസ്കാരങ്ങൾ നിറകണ്ണകളോടെ നിർവഹിക്കുന്നതിനെ തൊട്ട് പിശാച് നിങ്ങളെ തടയുമേ. അതിന് ഏറ്റവും
ഉപയുക്തമാകുന്ന പ്രശ്നമാണ് മദ്യാസക്തരാവുക. ലഹരിക്കടിമപ്പെടുന്ന ചെറുപ്പക്കാർ ദീനിൻ്റെതാകുന്ന മാർഗത്തിലേക്ക് വരാൻ മടിയാണ്, വാലിന്റെ മജ്‌ലിസിലേക്ക് വരാൻ മടിയാണ്, ഖുർആനിന്റെ മജ്‌ലിസിലേക്ക് വരാൻ മടിയാണ്, ഖുർആൻ ഓതാൻ മടിയാണ്. ഒരു യാസീൻ പോലും അവന്റെ ജീവിതത്തിൽ ദിനചര്യ ഉണ്ടാവുകയില്ല. ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചതായ സൂറത്തുൽ വാഖിഅ ഓതുകയില്ല. ഖബറിന്റെ ജീവിതം സന്തോഷം ലഭിക്കാൻ വേണ്ടി പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് ഇശാ മഗ്‌രിബിനിടയിൽ അവൻ ഓതലേ ഇല്ല. ഖുർആനുമായിട്ടുള്ള ബന്ധമില്ല. എന്തിനേറെ ആത്മീയമായ മജ്‌ലിസിലേക്ക് കടന്നു വരില്ല, ഒരു സ്വലാത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കില്ല, ഒരു ആത്മീയമായ മജ്‌ലിസിൽ എത്തിച്ചേരുകയില്ല. പരിശുദ്ധമായ പള്ളിയുടെ അകത്തളത്തിൽ ഒരു 10 മിനിറ്റ് ഇത്തികാഫിന് നിയ്യത്ത് വെച്ചുകൊണ്ട് ഇരിക്കാനവനുള്ള അവസരം അവന് പിശാച് നിഷേധിക്കുകയാണ്. വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ്സലാ. വെമ്പായത്ത് KMYF കനിവിന്റെ പ്രവർത്തകർ ഒരുമിച്ച് കൂട്ടിയ മതവിജ്ഞാന വേദിയിൽ കടന്നു വരാ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സോദരാ, സോദരി, നിനക്ക് പടച്ചറം അവസരം നൽകിയിട്ടുണ്ട് എങ്കിൽ നീ കഞ്ചാവിന് അടിമപ്പെട്ടവനല്ല എന്ന് ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഖുർആൻ പറയുന്നത്. കാരണം ലഹരിക്കടിമപ്പെട്ടവർക്ക് ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കാൻ കഴിയുകയില്ലത്രേ. ഒന്ന് ചിന്തിക്കണേ, നമ്മുടെ തലമുറകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ്? ഒരു കാലഘട്ടത്തിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തിരുന്ന ആത്മീയമായ മജ്‌ലിസുകളിൽ നിന്ന് ഇന്ന് ആളുകൾ കുറയുന്ന ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ എന്താണ് അതിന്റെ പശ്ചാത്തലം? പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വയസുദ്ദകും അൻ ദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഓർക്കുന്ന, അവനെ പരിചയപ്പെടുത്തുന്ന, അവൻ്റെതാകുന്ന സ്തുതികീർത്തനങ്ങൾ കൊണ്ട് ആലപിക്കപ്പെടുന്ന, അവന്റെ അസ്മാകളെ പരിചയപ്പെടുത്തുന്ന, അവന്റെ സിഫാത്തുകളെ, അവന്റെ ആശയങ്ങളെ വ്യക്തമായി പഠിപ്പിക്കുന്ന ആദർശത്തിൻ്റെതാകുന്ന സദസ്സുകളിലേക്ക് വരാൻ, ഏകതയിൽ വിശ്വാസത്തിന്റെ മജ്‌ലിസിലേക്ക് കടന്നു വരുന്നതിനെ തൊട്ട് മദ്യാസക്തരാകുന്ന ജനവിഭാഗത്തെ പിശാച് തടഞ്ഞു വെക്കുമേ, തടഞ്ഞു വെക്കുമേ. അതിനു വേണ്ടി വാപ്പ മകളെ ക്ഷണിക്കുമ്പോ എനിക്ക് കൈവേദനയാണ്, കാലുവേദനയാണ്, തലവേദനയാണ്, എനിക്ക് പഠിക്കാനുണ്ട്, അടുത്ത ടേംസിന് വേണ്ടി പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു വീടിന്റെ അകത്തളങ്ങൾ അടയിരുന്ന് വാപ്പ പുറത്തേക്ക് പോകുമ്പോ കഞ്ചാവടിച്ച് തന്റെ കാമുകരുമായി രഹസ്യമായി ചാറ്റ് ചെയ്യുന്ന എത്രയെത്ര സഹോദരിമാരുണ്ട്. മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന ചെറുപ്പക്കാരുണ്ട്. റീൽസുകൾ കളിക്കാൻ വേണ്ടി ദിനരാത്രങ്ങളെ തള്ളിയിടുന്ന എത്രയോ മുസ്ലിം അംഗമാരുണ്ട്. മോശപ്പെട്ട തലത്തിലേക്ക് തന്നെ കാമുകരുമായി മണിക്കൂറുകൾ ചാറ്റ് ചെയ്യുന്ന എത്രയെത്ര ആളുകളുണ്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ പ്രവാസ ലോകത്തും നമ്മുടെ നാട്ടിലുമായി എത്രയെത്ര കുടുംബങ്ങൾ തകർന്നതിന്റെ നേർചിത്രങ്ങളാണ് ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ പ്രചരിക്കുന്നത്. എല്ലാ മുസൽമാന്റെ വിഷയമല്ലയോ? ഏത് കള്ളുകുടിയനെ പിടിക്കപ്പെട്ടാലും, ഏത് ലഹരിയുടെ ഗ്യാങ്ങിനെ പിടിക്കപ്പെട്ടാലും അതിൽ ബറക്കത്തിനൊരു മുസ്ലിമിന്റെ പേരുണ്ട് എന്ന അർത്ഥത്തിലേക്ക് ഇന്നത്തെ തലമുറ മാറിയില്ലേ? മാതാപിതാക്കൾ തന്നെ ലഹരിക്കടിമപ്പെടുന്ന വ്യക്തികളായി കടന്നു വരുന്ന ഒരു ഘട്ടമായി ഇന്നത്തെ തലമുറ മാറിയില്ലേ? ദമ്പതിമാർ തന്നെ കൊച്ചിയിൽ വന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിന്നുകൊണ്ട് MDMA പരസ്യമായി കച്ചവടം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് പൊക്കിയെടുത്ത് കൊണ്ടുപോയ രംഗവും ഈ നേർക്ക് നേരെ ഈ സമൂഹം കണ്ടില്ലേ? എല്ലാത്തിലും മുസ്ലിമിന്റെ പേരുണ്ട്. ഏത് മോശപ്പെട്ട വിഷയം വന്നാലും അവിടെയെല്ലാം മുസൽമാനുണ്ട്. എന്നാൽ പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, 1400 വർഷം മുമ്പ് നമ്മളെക്കാൾ കള്ളുകുടിച്ചിരുന്ന, മോശപ്പെട്ടതാകുന്ന രതിക്രീഡയിലേക്ക് പോയിരുന്ന, എപ്പോഴും യുദ്ധം ചെയ്യാൻ കൊതിയുണ്ടായിരുന്ന ജനസമൂഹം പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മാഇദയിലൂടെ 2 ആയത്ത് കടന്നു വന്നപ്പോ 90 എന്ന വചനങ്ങൾ വന്നപ്പോ പരിപൂർണമായി മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാവുകയാണ്. എത്രത്തോളം വലിയ മദ്യാസക്തരായിരുന്ന വിഭാഗമാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു. തന്റെ വിവാഹം കഴിഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ് വലീമത്ത് സൽക്കാരം നടത്താൻ വേണ്ടി ഒരൊട്ടകത്തെ വാങ്ങി ആ ഒട്ടകത്തെ കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ടവർ കള്ള് ഷാപ്പിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടു അത്രേ. കള്ള് കുടിക്കാൻ വേണ്ടി വന്ന ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടമാണ്. കള്ള് നിരോധിക്കാത്ത ഘട്ടം. ഹംസ റളിയല്ലാഹു അൻഹു കള്ള് കുടിക്കാൻ വന്നു. കള്ള് കുടിച്ചു പുറത്തിറങ്ങിയപ്പോൾ കാണുന്നത് നല്ല ഒരു ഒട്ടകത്തെയാണ്. കത്തി
തട്ടിയെടുത്ത് അതിന്റെ കഴുത്തിലേക്ക് വെക്കുകയാണ്. അതിനെ വെട്ടാൻ തുനിയവേ കല്ലൊടിച്ചു കൊടുക്കുന്ന കാലഘട്ടത്തിലെ പെൺകുട്ടികൾ വരെ വിളിച്ചു പറഞ്ഞു, ഹംസേ കൊല്ലരുതേ, കൊല്ലരുതേ. ഈ നിൽക്കുന്നത് അനിയാര് തങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന ഒട്ടകമാണ്. അദ്ദേഹത്തിന്റെ വലീമത്തിന് വേണ്ടിയിട്ടാണ്, വിവാഹ സൽക്കാരത്തിന് വേണ്ടിയിട്ടാണ് ഹംസ റളിയല്ലാഹു അൻഹു ചാടുകയാണ്, ഒട്ടകത്തെ കൊലപ്പെടുത്തുകയാണ്, അതിനെ അറക്കുകയാണ്. അതിൻ്റെതാകുന്ന മാംസം വേവിച്ചുകൊണ്ട് കടിച്ചു നാട്ടുകാർക്ക് കൊടുത്തു. ഈ സംഭവം പറയാനായി ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് മുത്തിനയുടെ അടുക്കലേക്ക് പരാതിപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ വിഷമിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിഞ്ഞുകൊണ്ട് സൽക്കാരത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ച ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതാകുന്ന ഹംസയെ പ്രതിക്കൂട്ടിലാക്കിയിട്ട് മുത്തുനബി ചോദ്യം ചെയ്യാൻ വേണ്ടി നിലകൊണ്ടപ്പോ നാലുകാലിൽ നടന്നു വരുന്ന ബഹുമാനപ്പെട്ടതാകുന്ന ഹംസ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ വന്നുകൊണ്ട് പിച്ചും പേയും പറയുന്നത് കണ്ടപ്പോ മദ്യാസക്തനായി നിലകൊണ്ടതാകുന്ന വ്യക്തിയെ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചേക്കുകയാണ്. ഇപ്പോൾ നീ ഒന്നും പറയേണ്ടതില്ല, നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തിരിച്ചേക്കുകയാണ്. കാരണം അത്രമേൽ മദ്യത്തിന് അടിമപ്പെട്ടിരുന്ന സമൂഹമായിരുന്നു. ചെയ്തതാകുന്ന തെറ്റിന്റെ വലുപ്പം പിറ്റേ ദിവസം അറിഞ്ഞ് പശ്ചാത്തപിച്ചു മടങ്ങിയ സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു അവസാനം പരിശുദ്ധമായ ഇസ്ലാം പരിപൂർണമായി പാടെ ഒഴിവാക്കാൻ പറഞ്ഞപ്പോ സൂറത്തുൽ മാഇദയിലെ 90-91 വചനങ്ങൾ വന്നപ്പോ ഞങ്ങൾ ഒഴിവാക്കി റസൂലേ, ഒഴിവാക്കി റസൂലേ, ഇന്തഹൈനാ യാ റസൂലല്ലാഹ് ഫഹൽ അൻതും മുൻതഹൂൻ. എന്തേ സമൂഹമേ നിരോധിക്കാത്തത്? കല്ലിൽ നിങ്ങൾ മദ്യാസക്തരായി പോയല്ലോ എന്ന് പറഞ്ഞതാകുന്ന ജനവിഭാഗത്തോട് അവർ വിളിച്ചു പറയുകയാണ്, ഇന്തഹൈനാ യാ റസൂലല്ലാഹ്, ഇന്തഹൈനാ യാ ഹബീബല്ലാഹ്. നബിയേ, നബിയേ, കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടുവിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽച്ചുവട്ടിൽ വന്നുകൊണ്ട് ലക്ഷോപലക്ഷം സ്വഹാബത്ത് വന്നുകൊണ്ട് പറയുകയാണ്, ഇന്തഹൈനാ യാ റസൂലല്ലാഹ്, നബിയേ, നബിയേ, ഞങ്ങളിതാ പരിപൂർണമായി ഒഴിവാക്കുകയാണ് റസൂലേ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ ഹംസയാണ് പിന്നീട് സയ്യിദു ശുഹദാഇ വബിഹംസത്തിൽ ഖറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദു ശുഹദാഇ. വഹദിന്റെ രണാങ്കണത്തിൽ നിങ്ങൾ ചെന്നാൽ ശുഹദാക്കളുടെ നേതാവായി ലോകം മുഴുവനും പരിചയപ്പെടുത്തിയതാകുന്ന പരിശുദ്ധ പ്രവാചകന്റെ പ്രിയപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു അല്ലേ രക്തസാക്ഷിത്വത്തിൽ നേതാവായി പിന്നീട് ലോകം അറിയപ്പെട്ടത്. വഹദിന്റെ രണാങ്കണത്തിലെ ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് മരണപ്പെട്ടു പോയ ഹംസ റളിയല്ലാഹു അൻഹു വേർപാടിൽ പ്രവാചകനെ പൊട്ടിക്കരയുകയാണ്. ഒരു കാലഘട്ടത്തിൽ മദ്യം നുകർന്നിരുന്ന ഹംസ കള്ളു കുടിക്കരുതെന്ന ഖുർആൻ വന്നപ്പോ നിരോധിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ നിരോധിച്ച് റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നുകൊണ്ട് പരിശുദ്ധ പ്രവാചകന്റെ കാല് പിടിച്ചു പറഞ്ഞതാകുന്ന ഹംസ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ചുണക്കുട്ടിയായി മാറിയത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ സഹോദര, ഒന്ന് കേൾക്കണേ, അറിയണേ, ഉൾക്കൊള്ളണേ. നമ്മുടെ ജീവിതത്തിൽ മാറ്റം അനിവാര്യമാണ്. ഇദാ മിത്തു ഫദ്ഫിന്നി അലാ ജംബി കർമതി തുറവി ഇളാമി ബഅദ മൗതി ഉറുഖഹാ വലാ തദ്ഫിനന്നി ഫിൽ ഫലാത്തി ഫഇന്നനി. നിങ്ങൾ എന്നെ അടക്കുകയാണ് എങ്കിൽ മരിച്ചതിന് ശേഷം കൊണ്ടുപോയി അടക്കേണ്ടത്, എന്നെ കബറടക്കേണ്ടത് ഏതെങ്കിലും ഒരു പൊട്ടക്കിണത്തിൽ കൊണ്ടുപോയി തള്ളിയിടരുതേ, ഏതെങ്കിലും ശ്മശാനത്തിൽ കൊണ്ടുപോയി വലിച്ചെറിയരുതേ. ഞാൻ മരിച്ചാൽ എന്നെ കൊണ്ടുപോയി നിങ്ങൾ കബറടക്കേണ്ടത് മുന്തിരിവള്ളികളുടെ താഴ്ഭാഗത്താണ്. കാരണം എന്നെ അവിടെ കബറടക്കിയാൽ ആ മുന്തിരിവള്ളികളോട് ഊർന്നു വരുന്ന അതിൻ്റെതാകുന്ന വേരുകളിലൂടെ ഊറി ഊറി വരുന്നതാകുന്ന മുന്തിരിച്ചാറ് കുടിച്ചുകൊണ്ട് കബറിലെ
എനിക്ക് ആസ്വദിക്കാമല്ലോ. ജീവിച്ചിരിക്കുന്ന സമയത്തും മദ്യം നുകർന്നിരുന്ന ആളുകൾ അവസാനം മരണാസന്നനായി കടക്കുമ്പോൾ മക്കളെ വിളിച്ചുകൊണ്ട് പാടുന്ന കവിതകളാണ്. ഇദാ മിത്തു ഫദ്ഫിന്നി അലാ ജംബി കർമതി. മക്കളെ, സമൂഹമേ, ഞാൻ മരിച്ചാൽ സദാസമയവും മദ്യം നുകർന്ന് ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ജീവിതം നയിച്ച എനിക്ക് മരിച്ചതിന് ശേഷം മദ്യം നുകരണം. അതുകൊണ്ട് എന്നെ കൊണ്ടുപോയി കബറടക്കേണ്ടത് മുന്തിരിത്തോട്ടത്തിന്റെ ഇടയിലാണ്. അതിൻ്റെതാകുന്ന വേരുകളിലൂടെ ഊറി വരുന്ന മുന്തിരിച്ചാറ് കുടിച്ചുകൊണ്ട് എന്റെ എല്ലുകൾക്ക് ആശ്വാസം പകരാമല്ലോ എന്നുള്ള മൂഢമാകുന്ന ചിന്തയിൽ നിലകൊണ്ടിരുന്ന ജനവിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിവർത്തനപ്പെടുത്തുകയാണ്. ഫഹൽ അൻതും മുൻതഹൂൻ, ഫഹൽ അൻതും മുൻതഹൂൻ. നിങ്ങളുടെ ശരീരത്തെ ഇഞ്ചിഞ്ചായി തകർക്കുന്ന, ആന്തരിക അവയവങ്ങളെ നശിപ്പിക്കുന്ന, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ശാക്തീകരിക്കാൻ ഉപകരിക്കാത്ത കുടുംബ ബന്ധങ്ങൾ തച്ചു തകർക്കപ്പെടുന്ന, വ്യക്തിബന്ധങ്ങൾ നശിപ്പിക്കപ്പെടുന്ന, മാനഹാനി സമ്മാനിക്കുന്ന, സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന, ശാരീരിക നഷ്ടമുണ്ടാക്കുന്ന, മാനസികമാകുന്ന വിഭ്രാന്തി ഉണ്ടാക്കുന്ന, ഡിപ്രഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന, വിഷാദരോഗത്തിന് അടിമപ്പെടുത്തുന്ന ഈ മോശപ്പെട്ടതാകുന്ന ലഹരിയുടെ ഉപയോഗം എന്തുകൊണ്ട് സമൂഹമേ നിങ്ങൾ നിരോധിക്കുന്നില്ലേ, ഒഴിവാക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ എല്ലാവരും ഒന്നടങ്കം ഒഴിവാക്കുകയാ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കള്ളുഷാപ്പിൽ ഞാൻ ആളുകൾക്ക് കള്ളൊഴിച്ചു കൊടുക്കുന്നവനായിരുന്നു ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടം. അപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. ഓടി വന്നുകൊണ്ട് കള്ളുഷാപ്പിൽ ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, മുത്തുനബി ഇതാ ആയത്ത് അവതരിപ്പിച്ച് ഓതിയിട്ടുണ്ട്, കള്ള് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ പ്രമുഖനാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ കള്ളുഷാപ്പിലുണ്ട്. പറയുകയാണ്, അബൂ തൽഹ യാ നസൂ ഈ ഇരിക്കുന്നതാകുന്ന കള്ളിന്റെ വീപ്പകൾ മുഴുവനും മദീനയിലെ തെരുവിലേക്ക് ഒഴുക്കി കളയൂ അനസേ. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കോടികൾ മൂല്യമുള്ള, കോടിക്കണക്കിന് മൂല്യമുള്ള കള്ളിന്റെ വീപ്പകൾ മദീനയിൽ മുഴുവനും പൊട്ടിച്ചിടുകയാണ്. അതിന്റെ താഴ്ഭാഗത്ത് നിന്ന് കുടങ്ങൾ മുഴുവനും പൊട്ടിക്കുകയാണ്. എല്ലാ കള്ളിന്റെ വീപ്പകളും മദീനയിൽ ഒഴുക്കി, മദീനയിൽ കള്ളിന്റെ പുഴകൾ ഒഴുകി ജനങ്ങൾ മുഴുവനും പരേ നിർമ്മാർജ്ജനം ചെയ്യുകയാണ്. സംശുദ്ധതയുടെ തീരത്തേക്ക് കുളിച്ച് വസ്ത്രം ധരിച്ച് റസൂലുള്ളാഹിയുടെ തിരുചാരത്തേക്ക് വന്ന് നല്ല ബോധത്തോടുകൂടി കടന്നു വന്നുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, നബിയേ, നബിയേ, ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് തേടണേ, ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ. ഇന്തഹൈനാ യാ റസൂലല്ലാഹ്, ഇനി ഞങ്ങൾ കള്ള് തൊടൂല നബിയേ, ഞങ്ങളിനെ കള്ള് കുടിക്കൂല നബിയേ, ഇനി മദ്യത്തിന് അടിമപ്പെടൂല നബിയേ. പരിപൂർണമായി പരിവർത്തനപ്പെടുകയാണ്. എത്രത്തോളം പരിവർത്തനം ഉണ്ടായെന്നറിയുമോ? തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായത്തുള്ള ഓരോ സഹോദര സഹോദരിമാരും പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ലക്ഷക്കണക്കിന് മൂല്യമുള്ളതാകുന്ന മദ്യങ്ങൾ നുകർന്ന് അത് കിട്ടാൻ വേണ്ടി മാഹിയിലേക്കും അത് കിട്ടാൻ വേണ്ടി പ്രവാസികളാകുന്ന മക്കളോട് നാട്ടിലേക്ക് വരുമ്പോ കുപ്പി കൊണ്ടുവരണേ എന്ന് കൂട്ടുകാരെ വിളിച്ചു പറയുന്ന, ഗൾഫിലുള്ള സിഗരറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്ന, സൈന്യത്തിലുള്ള ഏതെങ്കിലും ഒരുത്തൻ നാട്ടിലേക്ക് വരുമ്പോ നിനക്ക് കോട്ട കിട്ടുന്ന കുപ്പിയുമായിട്ട് വരണേ എന്നവനോട് ഉപദേശിക്കുന്ന, ഏതെങ്കിലും ക്രിസ്മസിന്റെ രാവിൽ, ന്യൂ ഇയറിന്റെ രാവിൽ, ഓണത്തിന്റെ രാവുകളിൽ, അത്തരത്തിലുള്ള ആഘോഷത്തിന്റെ പൊലിമകളിൽ, പാപ്പ മരണപ്പെട്ടതിന്റെ ദിവസത്തിൽ, അതിന്റെ വിഷാദ ദുഃഖത്തിൽ, അതിന്റെ ആണ്ടുകൾ കഴിക്കപ്പെടുമ്പോ അത്തരത്തിലുള്ള മാസമുറകളിൽ കള്ളു കുടിച്ചുകൊണ്ട് ഏതെങ്കിലും കളത്തെണ്ണയിൽ അഭിരമിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പഠിക്കാൻ വേണ്ടി മംഗലാപുരത്തേക്കും എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും ലോകത്തിന്റെ പല കോണുകളിലേക്കും വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടി മക്കളെ പറഞ്ഞു വിടുമ്പോ പാശ്ചാത്യരോടൊപ്പം ചേർന്നുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അത്തരത്തിലുള്ള ഫോട്ടോകൾ ഇട്ടുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെതാകുന്ന ചുണക്കുട്ടികളായി നിലകൊണ്ട മക്കള് കള്ളു കുടിക്കുന്ന ഫോട്ടോകൾ പരസ്യമായി പ്രദർശിപ്പിച്ചിട്ട് ഈ സമൂഹത്തെയും ഇവിടെയുള്ള ഉലമാക്കളെയും കരിവാരി തേക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രിയപ്പെട്ട മുസ്ലിം അംഗമാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് പൊന്നുമോളെ നീ അർത്ഥമാക്കുന്നത്? വിദ്യാഭ്യാസം കൊണ്ട് പൊന്നുമോനെ എന്താണ് നീ അർത്ഥമാക്കുന്നത്? നിന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന, നിന്റെ സമ്പത്ത് മുഴുവനും ഇല്ലാതാക്കുന്ന, നിന്റെ കുടുംബ ബന്ധത്തെ
തകർത്തെറിയുന്ന, നിന്റെ സാമൂഹ്യ ബന്ധങ്ങളെ ഇല്ലാതാക്കുന്ന വലിയ വിപത്തായിട്ട് സമൂഹം തന്നെ വിളംബരം ചെയ്തിട്ടുള്ള, അതിന്റെ നേർസാക്ഷ്യങ്ങളായി എത്രയെത്ര കുടുംബങ്ങളാണ് ഇവിടെ അനാഥത്തിൽ പേറുന്നത്, എത്രയെത്ര സഹോദരിമാരാണ് വിധവകളായി കഴിയുന്നത്, എത്രയെത്ര മക്കളാണ് അനാഥത്വത്തിലേക്ക് പോയിട്ടുള്ളത്. ഇതെല്ലാ വാർത്തകളും കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള, അറിവ് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള മക്കൾ ഇത്തരത്തിലുള്ള നീചവൃത്തികൾ ചെയ്യുമ്പോ പഠിച്ചു വെക്കണേ. അലി റളിയല്ലാഹു അൻഹു ഈ ആയത്തിറങ്ങിയതിനു ശേഷം ആടിന്റെ മാംസം കഴിക്കുന്നില്ല, ആടിന്റെ മാംസം കഴിക്കുന്നില്ല. ആടിന്റെ മാംസം കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു, കഴിക്കുന്നില്ല. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ആട്ടിറച്ചി. ആട്ടിറച്ചി ഭയങ്കര ഇഷ്ടമല്ലേ? ഇല്ലേ? സെന്റർ ഹോട്ടലിലാണല്ലോ എപ്പോഴും വന്നിട്ട് എല്ലാവരും ഇറങ്ങുന്നില്ലല്ലോ, എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയും. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ആട്ടിറച്ചി കൈ കെട്ടിയിട്ടൊന്നും തൊടാത്തത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മദീനയിലെ തെരുവിൽ കള്ള് നിരോധിക്കപ്പെട്ട സന്ദർഭത്തിൽ കള്ളിന്റെ വീപ്പകൾ മറിച്ചിട്ടു എന്ന് ഞാൻ അറിഞ്ഞു. അതിൽ ഒരു വീപ്പ ഏതോ ചില പുല്ലിലേക്ക് വന്നു വീണു, പുൽമേടയിലേക്ക് വീണു. ഏതോ ചില ആട്ടിൻപറ്റങ്ങൾ ആ പുല്ല് വന്നുകൊണ്ട് മേഞ്ഞു, അത് കഴിച്ചു. ഒരുപക്ഷേ നിങ്ങൾ അറത്തി എന്റെ മുന്നിൽ കൊണ്ടുവന്ന് വേവിച്ചിട്ടുള്ള ആട്ടിറച്ചി അതിൻ്റെതാകാമെന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ വന്നു. അങ്ങനെയെങ്കിൽ അല്പം മദ്യം അതിന്റെ ശരീരത്തിൽ പിടിച്ചിട്ടുണ്ടാകും, അതുകൊണ്ട് എനിക്കത് വേണ്ട. സൂക്ഷ്മത വെച്ചുകൊണ്ട് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, പറയുന്ന വലിപ്പം മനസ്സിലായോ? മദ്യം നുകർന്നുകൊണ്ടിരുന്ന സമൂഹത്തെ മാറ്റം വരുത്തിയത് എത്രത്തോളം വിശാലമായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം. മദീനയിലെ ഏതോ ഒരു തെരുവിൽ കള്ളിന്റെ വീപ്പ് മറിച്ചപ്പോ പുൽമേടയിലേക്ക് വീണിട്ടുണ്ട്. ബാക്കിയുള്ളൊക്കെ മരുഭൂമിയിലാണ്. ആ പുൽമേടയിലേക്ക് വീണപ്പോ അതിൽ ചില ഏതോ ആറ്റിൻപറ്റങ്ങൾ വന്നുകൊണ്ട് മേഞ്ഞു. ഏതാണെന്നറിയില്ല, എന്റെ മുന്നിൽ വെക്കപ്പെട്ടതല്ലായിരിക്കാം. പക്ഷേ എന്റെ മുന്നിൽ വെക്കപ്പെട്ട മാംസം അവിടെ മേഞ്ഞതാകുന്ന ആടിൻ്റെതാണ് എങ്കിൽ അതൊരൽപ്പം അതിന്റെ ശരീരത്തിലേക്ക് കൂട്ടപ്പെട്ടത് എന്താണ്? മദ്യമാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ട. സൂക്ഷ്മത സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. ഇത് നമുക്ക് ഈ ചരിത്രം ഇപ്പോഴും പറയാൻ പേടിയാണ്. കാരണം ഉംറയ്ക്ക് വേണ്ടി അടുത്ത പ്രാവശ്യം ബുക്ക് ചെയ്യും. എന്നിട്ട് മദീനയിലെത്തുമ്പോൾ കടകളിലൊക്കെ പോയി നമ്മുടെ മക്കൾ തേടും. എന്ത്? ആ പുല്ല് ഇവിടെ വല്ലതും കിട്ടുമോ? ഏത് പുല്ല്? നമ്മുടെ ഉസ്താദ് അത് പറഞ്ഞത്, കുമ്മന ഉസ്താദ് ഏതോ ഒരു പുല്ലിലേക്ക് കള്ളും മറിഞ്ഞത്. ആ പുല്ല് വേണേ വെള്ളത്തിൽ ഇട്ടിട്ട് 3 നേരം കുടിക്കും. അതാണ് നമ്മുടെ മക്കൾ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതാണ് നമ്മുടെ അവസ്ഥ. അത്രത്തോളം അഡിക്ഷനാണ്, അത്ര വിരുദ്ധന്മാരാണ്. ഞാൻ വെറുതെ പറയല്ല, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കൊല്ലം മുമ്പല്ലേ നമ്മൾ വാർത്തയിലൂടെ തന്നെ കണ്ടതല്ലേ? എറണാകുളത്ത് വൈത്തില ഹബ്ബിന്റെ തൊട്ട് താഴെ ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ദിനേന സഞ്ചരിക്കുന്നതാകുന്ന മെട്രോ സ്റ്റേഷന്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഒരു വിരുദ്ധൻ എല്ലാ ദിവസവും വന്നിട്ട് വെള്ളം ഒഴിക്കുക. എന്തിന്? വീട്ടിൽ കറിവേപ്പിലേക്ക് കഞ്ഞിവെള്ളം ഒഴിക്കാത്തവനാണ് ഇവിടെ വന്ന് രാവിലെ കഞ്ചാവിന് വെള്ളം ഒഴിക്കുക. കഞ്ചാവ് വീട്ടിൽ വെച്ചാൽ പോലീസ് പിടിക്കും. അതുകൊണ്ട് എവിടെ കൊണ്ട് വെച്ച് നല്ല നടുറോഡിൽ ആഴത്തായിട്ട്, എന്നിട്ട് അതിന് കൊണ്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. സാധനം എവിടെയാ വളർന്നു വന്നത്? എവിടെയാ വന്നത്? ജനങ്ങൾ മുഴുവനും സഞ്ചരിക്കുന്നതാകുന്ന ഹൈവേയിൽ. ആലോചിച്ച് നോക്ക് നിങ്ങൾ. NH-47 24 മണിക്കൂർ ആൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാകുമ്പോൾ ആരും ശ്രദ്ധിക്കൂലല്ലോ. ഇതാണ് ആളുകൾ. ചെറുപ്പക്കാരുടെ ബിരുദന്മാരെങ്ങനെയാണ്? പല രീതിക്കും ഇതെല്ലാം കാണിക്കും. നിസ്സാര ആൾക്കാരല്ല. അതുകൊണ്ട് ശരിക്ക് ജാഗ്രത പുലർത്തിക്കോ. പുതിയ തലമുറയെ നല്ലതുപോലെ ശ്രദ്ധിച്ചോ. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും. അല്ലാഹു പറയുന്നു, നിങ്ങളുടേതാകുന്ന ഇണകളിൽ ചിലർ, നിങ്ങളുടെ മക്കളിൽ ചിലർ നിങ്ങളുടെ ശത്രുക്കളാകാം. നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ. ഫഹ്ദറൂഹും, ശരിക്ക് ജാഗ്രത പുലർത്തണം. എല്ലാം ശത്രുവാന്ന് പറഞ്ഞ് മാറ്റാനല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്റെ മോനെ പഴക്കൂല എന്ന് പറഞ്ഞ് ആരും നിൽക്കണ്ട. എവിടെയും സംഭവിക്കാം. സാഹചര്യങ്ങളാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് മക്കളെ നല്ലതുപോലെ ശ്രദ്ധ ചെലുത്തണം. എവിടെയെങ്കിലും കൊണ്ടൊന്ന് സ്ഥാപനത്തിലാക്കിയാലും പൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക് അങ്ങനെയല്ല. നമ്മുടെ ശ്രദ്ധയിൽ തന്നെ പോകണം. ഏതാണ് അവിടെ പഠിപ്പിക്കുന്നത്, ഏതാണ് കോഴ്സ്. പലർക്കും മക്കളുടെ പേര് പോലും ചോദിച്ചാൽ ചിലപ്പോൾ അടിക്കാൻ. അതാണ് ഇന്നത്തെ അവസ്ഥ. എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ ഭാര്യയോട് ചോദിക്കും. അതുപോലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഹാലി നിൽക്കാൻ. എന്തൊരു ഹാലാണിത്. ഏതാണ് ക്ലാസ്സിൽ പഠിക്കുന്നവരുടെ ഒരു യോഗത്തിലും വാപ്പ പങ്കെടുക്കത്തില്ല. കാരണം വാപ്പാക്ക് വല്യാപ്പയിൽ നിന്ന് കിട്ടിയ ആകെ ഒരു രീതി അത് മാത്രമാണ്. വാപ്പ വല്യാപ്പ പോകില്ലായിരുന്നു ഒറ്റ യോഗത്തിനും. അതുകൊണ്ട് നമ്മൾ പോകില്ല.
കാലം മാറി. പഴയ രീതി എന്തൊന്നുമല്ല. നമ്മൾ പോകണം, മക്കളുടെ പഠന നിലവാരം അറിയണം, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അറിയണം. നമ്മളെ തന്നെ പോലെ മക്കളെയും കണക്കാക്കാൻ, ഞാൻ പഠിക്കാത്ത ഒരു ഹൈവാനാണ്, അപ്പൊ അതുപോലെ മക്കളെ അതുപോലെ അവിടെ പോയിട്ട് ടീച്ചർമാരുടെ ഒരു വർത്താനം കേൾക്കാനൊന്നും എനിക്ക് മേല എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ തന്നെ തള്ളിവിടുക എല്ലാ കാര്യത്തിലും. ആണോ അല്ലയോ? അതുകൊണ്ട് മക്കൾക്ക് അതൊക്കെ ഒരു സൗകര്യമായി മാറി. വാപ്പ തന്നെ ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങാൻ മുൻപന്തിയിൽ. മക്കൾക്കുള്ള കൊട, ബാഗ്, ഇപ്പൊ സ്കൂൾ തുറക്കാൻ പോലെ എല്ലാ കാര്യങ്ങളും റെഡിയാണ്, എല്ലാം വാങ്ങാൻ. ഫീസ് കൊടുക്കുന്ന 25,000, 30,000, 50,000 രൂപ എന്തിനും റെഡിയാണ്. LKG ചേർക്കുന്നു, UKG ചേർക്കുന്നു, ഏത് ക്ലാസ്സിലേക്ക് വിടുന്നു, ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ടോ, ലക്ഷക്കണക്കിന് രൂപ. എങ്ങനെയാണെങ്കിൽ എത്ര ദാരിദ്ര്യത്തിലാണ് പഠിപ്പിക്കാൻ നമ്മൾ തുനിയും. പക്ഷെ നമ്മുടെ മക്കൾക്ക് വേണ്ട രീതിയിലുള്ള ശ്രദ്ധ നമ്മൾ ചെലുത്താറില്ല. മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഞാനൊരൊറ്റ വാക്കുകൂടി പറഞ്ഞിട്ട് ഞാൻ ദുആയിലേക്ക് കടക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനാകുന്ന അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളോട് വർത്തിക്കേണ്ടത് 3 രീതിയിൽ. ഒന്ന്, ലാഇബുഹും സബഅ, മക്കളോട് ചെറിയ പ്രായം മുതൽ 7 വയസ്സ് വരെ നല്ലതുപോലെ കളിച്ചും രസിച്ചും നിങ്ങൾ ഇടപെടണം. അവരെ ഇടങ്ങേറാക്കാൻ പാടില്ല. ചെറിയ മക്കളോട് നല്ല രീതിയിൽ ഇടപെടണം. 7ാമത്തെ വയസ്സെത്തുമ്പോഴാണ് മക്കളോട് നിസ്കാരവും നോമ്പും നമ്മൾ കൽപ്പിക്കേണ്ടത്. 10ാമത്തെ വയസ്സെത്തുമ്പോൾ നിസ്കരിച്ചില്ലെങ്കിൽ, നോമ്പ് പിടിച്ചില്ലെങ്കിൽ അവരെ മുറിവ് പറ്റാത്ത നിലയിൽ അടിക്കൽ അനുവദനീയം. സഹോദരങ്ങളെ, മനസ്സിലാക്കി മക്കളെ ആ പ്രായമെത്തുമ്പോൾ അതൊക്കെ ശ്രദ്ധിപ്പിക്കണം. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ അദ്ദിബുഹും സബഅ, മര്യാദകൾ പഠിപ്പിക്കണം. നിസ്കരിക്കുന്നവരാകണം നമ്മൾ. ഉമ്മയെ കണ്ട് മകള് പഠിക്കട്ടെ, വിളിച്ചേക്കാം. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് മുമ്പ് നമ്മൾ വിളിച്ച ചീത്തയാണ് ഇന്ന് മകള് നമ്മളെ വിളിക്കുന്നത്, ഇല്ലെങ്കിൽ മറ്റൊരാളെ ആക്ഷേപിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മക്കൾക്ക് റോൾ മോഡലാകാൻ നമ്മുടെ സംസാരം, നമ്മുടെ നടത്തം, നമ്മുടെ ഇരുത്തം, നമ്മുടെ കടത്തം, മക്കളുണ്ടായാൽ പിന്നെ നല്ലതുപോലെ ശ്രദ്ധ ചെലുത്തണം. സൽ സ്വഭാവികളായി മക്കൾ വരണമെങ്കിൽ വാപ്പയും ഉമ്മയും അത്തരത്തിൽ വരണം. സ്വന്തം മക്കളെയും ഭാര്യയൊക്കെ ചേർത്ത് നിർത്തിയിട്ട് ചെറുപ്രായത്തിൽ തന്നെ ഒരേ റൂമിലിരുത്തി ആ ബെഡ്റൂമിൽ നിന്ന് തന്നെ 10ഉം 15ഉം ഒക്കെ സിഗരറ്റ് വലിച്ചു ഊതി വിടുന്നതാകുന്ന വാപ്പയുടെ മകൻ കഞ്ചാവിന് അടിമപ്പെട്ടില്ലെങ്കിൽ പിന്നെങ്ങനെ സഹോദരങ്ങൾ? നമ്മളെ കണ്ടുകൊണ്ടല്ലേ മക്കൾ പഠിക്കുന്നത്. ബീഡിക്കറ മുറ്റിയതാകുന്ന വാപ്പ, അല്ലെങ്കിൽ എപ്പോഴും വായിൽ പുകയിലേറെ കറയുള്ളതാകുന്ന പ്രിയപ്പെട്ട ഉമ്മ, ആ പ്രിയപ്പെട്ടതാകുന്ന മാതാപിതാക്കൾക്ക് എങ്ങനെ മക്കൾ സ്വാലിഹീങ്ങളാകും? നമ്മൾ എത്ര നേർച്ച നേർന്നാലും എങ്ങനെ ശരിയാകും സഹോദരങ്ങൾ? മക്കൾ ആ അസിലിലേക്ക് തന്നെയല്ലേ തിരിച്ചു പോകേണ്ടത്. അതുകൊണ്ട് നമ്മളൊരു മാറ്റത്തിന് തിരികൊളുത്തി, നമ്മൾ ഓരോരുത്തരും ഒന്ന് ശ്രദ്ധ ചെലുത്തിൻ. മാതാപിതാക്കൾ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കും. മക്കൾ ഇൻഷാ അല്ലാഹ് തീർച്ചയായും നന്നാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.